നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പുരാതന ഭാരതീയ സംസ്കാരത്തിൽ ജ്യോതിഷത്തിന് വലിയ സ്ഥാനമാണുള്ളത്. വെറുമൊരു പ്രവചനത്തിനപ്പുറം പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ ചലനങ്ങളും പ്രകൃതിയിലെ ലക്ഷണങ്ങളും മനുഷ്യജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്ന ഒരു മഹാശാസ്ത്രമാണത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലക്ഷണശാസ്ത്രം. ഒരു വ്യക്തി തൻ്റെ മനസ്സിനാൽ തിരഞ്ഞെടുക്കുന്ന വസ്തുക്കളിലൂടെയോ പ്രകൃതിയിൽ ആ സമയത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളിലൂടെയോ അവരുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും വരാനിരിക്കുന്ന മാറ്റങ്ങളും തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് താംബൂല പ്രശ്നം അഥവാ വെറ്റിലയെ അടിസ്ഥാനമാക്കിയുള്ള ലക്ഷണശാസ്ത്രമാണ്. ലക്ഷ്മി ചൈതന്യത്തിൻ്റെ പ്രതീകമായ വെറ്റിലയെ താംബൂലം എന്ന് വിശേഷിപ്പിക്കുന്നു. ഒരു ക്ഷേത്രത്തിലെ ദേവഹിതം അറിയാനോ ഒരു കുടുംബത്തിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കാനോ പണ്ടുകാലം മുതൽക്കേ ജ്യോതിഷികൾ താംബൂല പ്രശ്നത്തെ ആശ്രയിക്കാറുണ്ട്. ഇന്ന് ഈ വീഡിയോയിലൂടെ നാം നോക്കുന്നത് ലളിതമായ 3 വെറ്റിലകളിലൂടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ എങ്ങനെ തിരിച്ചറിയാം എന്നാണ്. നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്നും ലഭിച്ച അറിവുകൾ പ്രകാരം ജ്യോതിഷത്തിൽ സ്വർണ്ണപ്രശ്നം, താംബൂല പ്രശ്നം എന്നിങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. ക്ഷേത്രങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ മുതൽ പൂജാവിധികൾ വരെയുള്ള കാര്യങ്ങൾ സ്വർണ്ണപ്രശ്നത്തിലൂടെ അതികൃത്യമായി തെളിയാറുണ്ട്. ചിലപ്പോൾ ഇതിൽ സത്യങ്ങൾ തുറന്നു പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടാക്കാറുണ്ട്. എന്നാൽ താംബൂല പ്രശ്നം അതിൽ നിന്നും വ്യത്യസ്തമായി ലക്ഷണങ്ങളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. യൂട്യൂബ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ യഥാർത്ഥ താംബൂല പ്രശ്നത്തിൻ്റെ എല്ലാ വിധിപ്രകാരമുള്ള ചടങ്ങുകളും നടത്തുക എന്നത് അസാധ്യമാണ്. എങ്കിലും ലക്ഷണശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ 3 വെറ്റിലകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് ഇതിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കുക. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുന്നു. ഇതിൽ ഓരോ വെറ്റില തിരഞ്ഞെടുക്കുന്നവർക്കും വ്യത്യസ്തമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. വളരെ ഏകാഗ്രതയോടുകൂടി മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന പോസിറ്റീവ് എനർജിയെ, അത് ഏത് ദൈവവുമായിക്കോട്ടെ, അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ വെറ്റിലയിൽ ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് വെറ്റില തിരഞ്ഞെടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് വെറ്റിലയുടെ ചിത്രമാണോ പതിഞ്ഞത് ആ ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക. പിന്നീട് മാറ്റിക്കൊണ്ടിരുന്നാൽ ഫലം കൃത്യമാവില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഏത് വെറ്റിലയാണോ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത് അത് മാത്രം തിരഞ്ഞെടുക്കുക. എങ്കിൽ മാത്രമേ ശരിയായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ. എല്ലാവരും ഇതിൽ നിന്നും ഒരു വെറ്റില തിരഞ്ഞെടുത്തിട്ടുണ്ടാകും അല്ലേ? ഇനി നമുക്ക് വെറ്റില ശാസ്ത്രം നോക്കാം. ഒന്നാമത്തെ വെറ്റില തിരഞ്ഞെടുത്തവരാണെങ്കിൽ നിങ്ങൾ ഈ വെറ്റില ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇതിൻ്റെ തുമ്പ് ഭാഗം അല്പം മുറിഞ്ഞിട്ടുണ്ട് അല്ലേ? ലക്ഷണശാസ്ത്ര പ്രകാരം വെറ്റിലയുടെ മുൻഭാഗം ലക്ഷ്മി ചൈതന്യമാണ്. അത് മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായി വലിയ തടസ്സങ്ങൾ നേരിടുന്നവരായിരിക്കും ഈ വെറ്റില തിരഞ്ഞെടുക്കുന്നവർ. നിങ്ങൾ ഈശ്വരഭക്തിയുള്ളവരും അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്നവരുമാണ്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ നിങ്ങൾക്കറിയാം. നിങ്ങൾ പലപ്പോഴും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആ ശത്രുതകളെല്ലാം ഉപേക്ഷിച്ച് പ്രാർത്ഥനയിലൂടെ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും കാര്യങ്ങൾ നടക്കില്ല എന്ന് കരുതുന്ന അവസാന നിമിഷത്തിലായിരിക്കും
നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ നിങ്ങൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും ശ്രദ്ധിച്ചാൽ പ്രയാസങ്ങൾ മറികടക്കാം. സാമ്പത്തിക തടസ്സങ്ങൾ ഉടൻ മാറുമെന്ന ശുഭസൂചനയാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. രണ്ടാമത്തെ വെറ്റില തിരഞ്ഞെടുക്കുന്നവർ. ഏറ്റവും ഉത്തമമായ ലക്ഷണം കാണിക്കുന്ന വെറ്റിലയാണ് രണ്ടാമത്തെ വെറ്റില. സാമ്പത്തിക ഭദ്രതയും ഭാഗ്യവും തേടിയെത്തുന്നവരായിരിക്കും നിങ്ങൾ. ദൈവാധീനവും സംരക്ഷണവും നിങ്ങൾക്ക് എപ്പോഴും കൂട്ടിനുണ്ട്. ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ നിഷ്പ്രഭരാകും. പണം കൈകാര്യം ചെയ്യാനും അത് ഭാവിയിലേക്ക് വേണ്ടി കരുതി വയ്ക്കാനും നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. കലയോട് നിങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. ഏതൊരു ജോലി ഏറ്റെടുത്താലും അത് ഭംഗിയായി പൂർത്തിയാക്കാനും ആ മേഖലയിലെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനും നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരുടെ അനിഷ്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാമെങ്കിലും നിങ്ങളത് കാര്യമാക്കാതെ മുന്നോട്ടു പോകും. ജീവിതത്തിലുടനീളം നിങ്ങളുടെ കൂടെ ഈശ്വര സാന്നിധ്യം കൂട്ടിനുണ്ടാകും. അതുപോലെ തന്നെ സമ്പത്തും ഐശ്വര്യവും നിങ്ങളെ തേടിയെത്തിക്കൊണ്ടേയിരിക്കും. അടുത്തതായി മൂന്നാമത്തെ വെറ്റില തിരഞ്ഞെടുക്കുന്നവരുടെ കാര്യമാണ്. ബാഹ്യമായി നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള വെറ്റിലയാണെങ്കിലും സൂക്ഷ്മമായി നോക്കിയാൽ ഇതിൽ ചെറിയൊരു ഓട്ടയോ അല്ലെങ്കിൽ കീറലോ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുറമേ നിന്ന് നോക്കുന്നവർക്ക് നിങ്ങൾ എല്ലാം ഉള്ളവരും സാമ്പത്തികമായി ഉയരത്തിൽ നിൽക്കുന്നവരുമായി തോന്നും. എന്നാൽ ആന്തരികമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും ഉണ്ടാകാം. എത്രയൊക്കെ വരുമാനം വന്നാലും അത് പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്നും പോകുന്ന അവസ്ഥയായിരിക്കും നിങ്ങളുടേത്. എങ്കിലും നിങ്ങൾക്ക് ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ സ്വഭാവവും ജീവിതവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വെറ്റില ലക്ഷണത്തിലൂടെ നാം ഇന്ന് കണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് ഒരിക്കലും മാറ്റമില്ലാത്ത വിധിയാണെന്ന് കരുതി വിഷമിക്കേണ്ടതില്ല. പ്രാർത്ഥനയിലൂടെയും കർമ്മത്തിലൂടെയും ഏത് ദോഷാവസ്ഥയെയും മാറ്റാൻ നമുക്ക് സാധിക്കും. നാം തിരഞ്ഞെടുക്കുന്ന ഓരോ വസ്തുവും നമ്മുടെ മനസ്സിൻ്റെയും ഭാഗ്യത്തിൻ്റെയും കണ്ണാടിയാണ്. ഈശ്വരാധീനമുള്ളവർക്ക് മാത്രമേ ഇത്തരം ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കാനും ഇത് കേൾക്കാനും ഭാഗ്യം ലഭിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ഫലങ്ങൾ അറിയാൻ ഓരോ വ്യക്തിയുടെയും ജനന സമയവും ഗ്രഹനിലയും കൂടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലും ഈ ലക്ഷണങ്ങൾ നൽകുന്ന സൂചനകൾ നിങ്ങളുടെ പാതകളിൽ വെളിച്ചമാകട്ടെ. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. പുതിയൊരറിവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.